അസ്സലാമുഅലൈക്കും, വെൽക്കം ടു സ്പൈസി ഗലേറിയ. മലയാളികളുടെ ഇഷ്ടവിഭവമായിട്ടുള്ള പൊറോട്ടയും ബീഫിൻ്റെയും കൂടെ വാഴയിലയുടെ ടേസ്റ്റും കൂടെ ചേരുന്ന ഒരു കിഴി പൊറോട്ട റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ബീഫ് മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം പൊറോട്ടയിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് പ്ലാൻ. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് ഉലുവയും എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. ഇനി നമുക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ബീഫിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുള്ള മിക്സ്ചർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുക്കർ ക്ലോസ് ചെയ്യാണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നത്. ചൂടായി തുടങ്ങുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അങ്ങനെ ഇതുപോലെ കുറച്ച് സമയം ഓപ്പൺ ആയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി കുക്കർ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കുക്കറിലെ എയറെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ബീഫ് കറക്റ്റ് പാകത്തിന് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. വേവെല്ലാം ഓക്കെയാണ്. തിക്ക് ഗ്രേവി ആക്കാനോ അല്ലെങ്കിൽ ഡ്രൈ ആക്കാനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം. അല്ല കറിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ തന്നെ വെക്കാം. ഞാൻ ഇതിത്തെ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ബീഫ് മസാല ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വേറൊരു കടായി സ്റ്റൗ ടോപ്പിൽ വെച്ചു കൊടുത്തതിന് ശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സവോള സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളകും കൂടെ ചേർത്ത് അതിൻ്റെ റോ സ്മെൽ പോകുന്നത് വരെ ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫുൾ ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വളരെ കുറച്ച് മസാല പൗഡേഴ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മീറ്റ് മസാല കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുക്കുമ്പം ഈ മസാലാസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ആവശ്യമെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പെപ്പറും നമ്മൾ ഓൾറെഡി ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ചേർത്തിട്ടുള്ളതാണ്. തേങ്ങാക്കൊത്ത് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ബെസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നേരത്തെ ഒന്നിച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൽ നിന്ന് ആവശ്യത്തിനുള്ള ബീഫ് മാത്രം എടുത്ത് ഇതുമായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുകയാണ്. ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ സ്പ്രെഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഗ്രേവി ഇവിടെ റെഡിയായി. നെക്സ്റ്റ് നമ്മൾ കിഴിയാക്കാനുള്ള വാഴയില നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഈ ബാക്കിലുള്ള ഹാർഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ വാഴയില ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്കുള്ള പൊറോട്ടയൊന്ന് ചുട്ടെടുക്കുകയാണ്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്രോസൺ പൊറോട്ടയാണ് ഞാനിപ്പം ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ നോർമലായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊറോട്ട യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. വീട്ടിൽ പൊറോട്ട തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് ഒരിക്കൽ പോസ്റ്റ് ചെയ്യാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് വാഴയില കിട്ടിയത്.
അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഉള്ളത് ഫ്രോസൺ പൊറോട്ടയാണ്. അപ്പം ഞാൻ അതാണ് എടുക്കുന്നത്. അങ്ങനെ ടോട്ടലി 3 പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം അതിനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി റെഡിയാക്കാം. അതിനായിട്ട് വാട്ടി വെച്ചിട്ടുള്ള വാഴയില വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായി വേറൊരു ചെറിയ പീസ് വാഴയില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ടിപ്പോവാണ്ടിരിക്കാനും താഴ്ഭാഗം കരിഞ്ഞു പോവാണ്ടിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി താഴത്തെ ലെയറിൽ 2 പൊറോട്ടയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ബീഫ് ഗ്രേവി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ബീഫ് ഗ്രേവിയുടെ മുകളിൽ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അണിയൻസും അതുപോലെ കൊറിയാണ്ടർ ലീവ്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഒരു പൊറോട്ട വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കവർ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു കിഴി പോലെ പൊതിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പൊതി പൊറോട്ട കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആകെ ഒരു വാഴയില മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ കിഴി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് പൊതി പൊറോട്ട രൂപത്തിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ പൊതിച്ചോറൊക്കെ റാപ്പ് ചെയ്യുന്നത് പോലെ പൊറോട്ട റാപ്പ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ കിഴിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വാഴയിലയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഹാർഡ് പോർഷനെ ചെറിയ സ്ട്രിങ് ആയിട്ട് കട്ട് ചെയ്ത് അത് വെച്ചാണ് കെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊറോട്ട കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഒന്നെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കണം അല്ലെങ്കിൽ പൊള്ളിച്ചെടുക്കണം. ഞാൻ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് സ്റ്റൗ ടോപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കിഴി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്. കിഴി സ്റ്റീം ചെയ്തെടുക്കുന്നതിൻ്റെയും ഇതുപോലെ പൊള്ളിച്ചെടുക്കുന്നതിൻ്റെയും ടേസ്റ്റ് കുറച്ച് ഡിഫറെൻറ്റ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു നമ്മൾ വാഴയില വെച്ചതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ചെറിയ പീസ് ഇല കൂടെ വെച്ച് കൊടുത്തത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം കുറച്ച് ക്രിസ്പി ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇത് താഴ്ഭാഗം കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഓവർ ചൂടായിട്ടോ കരിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഷ്രിമ്പ് വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. പൊറോട്ട കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആ ഗ്രേവിയിൽ സോക്കായിട്ട് നല്ല ജ്യൂസി ആയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. Until then, it's bye from Spicy Galleria.